ഓരോ വയർലെസ് ന്യൂറാലിങ്ക് ഡിവൈസും ഒരു ചിപ്പും 1000-ഓളം സൂപ്പർ തിൻ ആയിട്ടുള്ള ഫ്ലെക്സിബിൾ കണ്ടക്ടറുകൾ ചേരുന്ന ഇലക്ട്രോഡുകളുടെ ഒരു ശ്രേണിയും ഒരു സർജിക്കൽ റോബോട്ട് സെറിബ്രൽ കോർട്ടക്സിലേക്ക് തുന്നിച്ചേർത്തിരിക്കുന്നു. ഈ ഇലക്ട്രോഡുകൾ പ്രധാനമായും ചലനത്തെ സംബന്ധിക്കുന്ന ചിന്തകളെ നിയന്ത്രിക്കുവാൻ പാകത്തിൽ ഡിസൈൻ ചെയ്തവയാണ്. ഫലത്തിൽ ഇലോൺ മസ്കിൻ്റെ വീക്ഷണത്തിൽ ഒരു ആപ്പ് ഈ സിഗ്നലുകളെ ഒരു കർസർ മൂവ് ചെയ്യുവാനോ ഒരു ടെക്സ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുവാനോ സഹായിക്കും. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ടു അജയ്സ് പ്രസ്. ഹിയർ വാട്ട് വി ഡു ഈസ് എക്സ്പ്രസ്. നിങ്ങളുടെ ചിന്തകൾ കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കമ്പ്യൂട്ടറും മൊബൈൽ ഫോണും അതുപോലെയുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങളും നിയന്ത്രിക്കുവാൻ സാധിക്കുമോ, അല്ലെങ്കിൽ കഴിയുമോ? കഴിയും എന്നാണ് ലോകത്തെ ഏറ്റവും ധനികനായ എക്സിൻ്റെയും ടെസ്ലയുടെയും ഉടമയായ ഇലോൺ മസ്ക് പറയുന്നത്. എക്സിൽ കഴിഞ്ഞ ദിവസം അദ്ദേഹം ചെയ്ത ട്വീറ്റ് ഇങ്ങനെയാണ് പറയുന്നത്: ദ ഫസ്റ്റ് ഹ്യൂമൻ റിസീവ്ഡ് ആൻ ഇംപ്ലാന്റ് ഫ്രം ന്യൂറാലിങ്ക് യെസ്റ്റർഡേ ആൻഡ് ഈസ് റിക്കവറിംഗ് വെൽ. ഇനീഷ്യൽ റിസൾട്ട്സ് ഷോ പ്രോമിസിംഗ് ന്യൂറോൺ സ്പൈക്ക് ഡിറ്റക്ഷൻ. അദ്ദേഹത്തിൻ്റെ കമ്പനിയായ ന്യൂറാലിങ്ക് ഡെവലപ്പ് ചെയ്ത ആദ്യത്തെ ചിപ്പ് ഒരു മനുഷ്യനിൽ വിജയകരമായി പരീക്ഷിച്ചിരിക്കുന്നു. പരീക്ഷണത്തിന് വിധേയനായ മനുഷ്യൻ്റെ റിക്കവറിയും നന്നായി നടക്കുന്നു. മസ്കിൻ്റെ ട്വീറ്റിൽ ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്: ഇംപ്ലാന്റ് ചെയ്ത ചിപ്പിൽ നിന്നും ന്യൂറോൺ സ്പൈക്സ് ഡിറ്റക്റ്റ് ചെയ്യുവാൻ തുടങ്ങിയിരിക്കുന്നു. യഥാർത്ഥത്തിൽ ഈ ന്യൂറാലിങ്ക് ചിപ്പ് എന്താണ് അതുകൊണ്ട് മനുഷ്യനുണ്ടാകുന്ന ഗുണങ്ങൾ? നാളെ മനുഷ്യനും സൂപ്പർ പവർ ലഭിച്ചു തുടങ്ങുമോ? എക്സ്മെൻ സീരീസിലെ പ്രൊഫസർ എക്സിനെ ഓർമ്മിക്കുന്നില്ലേ? അദ്ദേഹത്തെ പോലെ ടെലിപ്പതി ഉപയോഗിക്കുവാനും മറ്റുള്ള മനുഷ്യരുടെ മനസ്സ് നിയന്ത്രിക്കുവാനും കഴിയുന്ന ഒരാളെ പോലെ ആകുവാൻ നമുക്കും കഴിയുമോ? സുഹൃത്തുക്കളെ, ഇതിനെല്ലാം ഉള്ള ഉത്തരം കണ്ടെത്തുകയാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ. ന്യൂറാലിങ്കിൻ്റെ ആദ്യത്തെ ചിപ്പിന് കൊടുത്തിരിക്കുന്ന പേര് തന്നെ ടെലിപ്പതി എന്നാണ്. ടെലിപ്പതി മുഖാന്തരം നമുക്ക് നമ്മുടെ മൊബൈൽ ഫോണുകൾ, കമ്പ്യൂട്ടറുകൾ, ഇലക്ട്രോണിക് ഡിവൈസുകൾ, ഗ്രഹോപകരണങ്ങൾ ഇവയെല്ലാം നമ്മുടെ ചിന്തകളിലൂടെ IoT, അതായത് ഇൻ്റർനെറ്റ് ഓഫ് തിങ്സിൻ്റെ സഹായത്തോടു കൂടി പ്രവർത്തിപ്പിക്കുവാൻ കഴിയും. നിങ്ങൾ ചിന്തിക്കുന്നു നിങ്ങളുടെ വാഷിംഗ് മെഷീൻ ഓൺ ചെയ്യണം എന്ന്. ഉടനെ വാഷിംഗ് മെഷീൻ പ്രവർത്തനക്ഷമമാകുന്നു. വീട് പൂട്ടി പുറത്തു വന്നപ്പോഴാണ് വെള്ളം പമ്പ് ചെയ്യുന്ന മോട്ടോർ നിർത്തിയില്ലല്ലോ എന്ന് ഓർമ്മിച്ചത്. അപ്പോൾ തന്നെ മോട്ടോർ ഓഫാകുന്നു. ഇവിടെ ടെലിപ്പതി എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നറിയുന്നതിന് മുൻപ് നമ്മുടെ ബ്രെയിൻ അഥവാ തലച്ചോറ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് ചെറുതായി അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ബ്രെയിൻ നമ്മുടെ CPU ആണെന്ന് പറയാം. ഒരു കാര്യം ചെയ്യണമെങ്കിൽ ബ്രെയിനിൽ ആ ആശയം ഉദിക്കണം. അങ്ങനെ ഉദിക്കുന്ന ഒരു ചിന്ത ബ്രെയിനിൽ നിന്നും ഇലക്ട്രിക് തരംഗങ്ങളായി ന്യൂറോൺസ് വഴി ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിച്ചേർന്ന് അവിടെ അത് എക്സിക്യൂട്ട് ചെയ്യപ്പെടുന്നു. എവിടെ, എപ്പോൾ, എന്ത് ആക്ഷൻ ചെയ്യണം എന്നത് ഇങ്ങനെയാണ് നടക്കുന്നത്. കൈകാലുകളുടെ പ്രവർത്തനശേഷി നഷ്ടപ്പെട്ട ഉപയോക്താക്കളെ ടെലിപ്പതി എങ്ങനെയാണ് സഹായിക്കുന്നത്? അവരുടെ ചിന്തകളിലൂടെ തന്നെ അവർക്ക് അവരുടെ മൊബൈലും കമ്പ്യൂട്ടറുകളും പ്രവർത്തിപ്പിക്കുവാൻ ടെലിപ്പതി അവരെ സഹായിക്കുന്നു. എന്താണ് ന്യൂറാലിങ്ക്? ഇലോൺ മസ്കിൻ്റെ ഒരു കമ്പനിയാണ് ന്യൂറാലിങ്ക്. ന്യൂറാലിങ്കിൻ്റെ ആദ്യ പ്രോഡക്റ്റാണ് 2016 ഇലോൺ മസ്ക് കണ്ടുപിടിച്ച ഒരു ബ്രെയിൻ ചിപ്പ്. ഒരു നാണയത്തിൻ്റെ മാത്രം വലിപ്പമുള്ള ഒരു ഡിവൈസ്. അത് തലയോട്ടിക്കുള്ളിൽ സർജിക്കലായി ഇംപ്ലാന്റ് ചെയ്യുന്നു. ഡിവൈസിൽ നിന്നും അൾട്രാ തിൻ ആയിട്ടുള്ള വയറുകൾ, തലനാരിഴകളേക്കാൾ വലിപ്പം കുറഞ്ഞ വയറുകൾ തലച്ചോറിനുള്ളിലേക്ക് പോയി ഒരു ബ്രെയിൻ കമ്പ്യൂട്ടർ ഇൻ്റർഫേസ് ഉണ്ടാക്കുന്നു. ഈ ഡിസ്ക് തലച്ചോറിൻ്റെ ആക്ടിവിറ്റികളെ രജിസ്റ്റർ ചെയ്തിട്ട് അത് സ്മാർട്ട് ഫോൺ പോലെയുള്ള ഡിവൈസുകളിലേക്ക് കോമൺ ബ്ലൂടൂത്ത് കണക്ഷൻ വഴി അയക്കുന്നു. ഓരോ വയർലെസ് ന്യൂറാലിങ്ക് ഡിവൈസും ഒരു ചിപ്പും 1000-ഓളം സൂപ്പർ തിൻ ആയിട്ടുള്ള ഫ്ലെക്സിബിൾ കണ്ടക്ടറുകൾ ചേരുന്ന ഇലക്ട്രോഡുകളുടെ ഒരു ശ്രേണിയും ഒരു സർജിക്കൽ റോബോട്ട് സെറിബ്രൽ കോർട്ടക്സിലേക്ക് തുന്നിച്ചേർത്തിരിക്കുന്നു. ഈ ഇലക്ട്രോഡുകൾ പ്രധാനമായും ചലനത്തെ സംബന്ധിക്കുന്ന ചിന്തകളെ നിയന്ത്രിക്കുവാൻ പാകത്തിൽ ഡിസൈൻ ചെയ്തവയാണ്. ഫലത്തിൽ ഇലോൺ മസ്കിൻ്റെ വീക്ഷണത്തിൽ ഒരു ആപ്പ് ഈ സിഗ്നലുകളെ ഒരു കർസർ മൂവ് ചെയ്യുവാനോ ഒരു ടെക്സ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുവാനോ സഹായിക്കും. ഇലോൺ മസ്ക് പറയുന്നതനുസരിച്ച് ടെലിപ്പതി നമ്മുടെ ഫോണുകളെയും കമ്പ്യൂട്ടറുകളെയും ചിന്തകളിലൂടെ തന്നെ നിയന്ത്രിക്കുന്നു. ബ്രെയിനിൻ്റെ മോട്ടോർ ഫംഗ്ഷൻ നിയന്ത്രിക്കുന്ന ഭാഗത്ത് സ്ഥാപിക്കപ്പെടുന്ന ചിപ്പ് ന്യൂറോളജിക്കൽ ഡിസോർഡേഴ്സ് വരെ പരിഹരിക്കുവാൻ പ്രാപ്തമാണ് എന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ പ്രാഥമികമായ പരിഗണന കൈകാലുകളുടെ പ്രവർത്തനശേഷി നഷ്ടപ്പെട്ടവർക്കായിരിക്കുമെന്നാണ് ഇലോൺ മസ്ക് പറയുന്നത്.
ന്യൂറാലിങ്ക് അവരുടെ ന്യൂറോളജിക്കൽ പരീക്ഷണത്തിനായി ക്വാഡ്രിപ്ലീജിയയോ ALSO ബാധിച്ച പേഷ്യൻസിനെയാണ് റിക്രൂട്ട് ചെയ്യുവാൻ താല്പര്യപ്പെട്ടത് എന്നത് തന്നെ അവരുടെ ബ്രെയിൻ തകരാറുകളും ബ്രെയിനേറ്റ പരിക്കുകളും ഭേദപ്പെടുത്തുവാനുള്ള കമ്മിറ്റ്മെൻ്റ് ആണ് വെളിവാക്കുന്നത്. ന്യൂറാലിങ്കിൻ്റെ ഹ്യൂമൻ ട്രയൽ ഫേസ് എന്താണ്? ഡിവൈസിൻ്റെ പ്രവർത്തനക്ഷമത കൂട്ടുന്നതിനൊപ്പം ഹ്യൂമൻ ട്രയൽ ഫേസിൽ സുരക്ഷയെ സംബന്ധിക്കുന്നതും ഡിവൈസിൻ്റെ ഫലപ്രാപ്തിയെ സംബന്ധിക്കുന്നതുമായ ഡേറ്റ ശേഖരിക്കും. ഇതിനെ സംബന്ധിച്ച് കഴിഞ്ഞ തിങ്കളാഴ്ച ഇലോൺ മസ്ക് പറഞ്ഞത് തുടക്കത്തിലെ ലഭിച്ച റിസൾട്ടുകൾ കാണിക്കുന്നത് പ്രോമിസിംഗ് ആയിട്ടുള്ള ന്യൂറോൺ സ്പൈക്ക് ഡിറ്റക്ഷൻ ആണ് എന്നാണ്. എന്താണ് ഈ ന്യൂറോൺ സ്പൈക്ക് ഡിറ്റക്ഷൻ? ന്യൂറോൺസ് ശരീരത്തിൻ്റെ എല്ലാ വശത്തേക്കും ഇലക്ട്രിക്കും അതുപോലെ കെമിക്കലുമായ സിഗ്നലുകൾ അയക്കുന്നു. ഈ ഒരു സംഗതി ഒരാളുടെ ദൈനംദിന ജീവിതത്തിൽ ഭക്ഷണം കഴിക്കുന്നതും സംസാരിക്കുന്നതും ഉൾപ്പെടെ എല്ലാം നടക്കുന്നതിന് സാധ്യമാക്കുന്നു. കഴിഞ്ഞ സെപ്റ്റംബറിൽ ട്രയൽ നടത്തുവാൻ യോഗ്യരായ ആൾക്കാരെ അന്വേഷിച്ചപ്പോൾ ന്യൂറാലിങ്കിൻ്റെ പ്രഥമ പരിഗണന സ്പൈനൽ കോഡിന് തകരാറുള്ളവരെയായിരുന്നു. 2023 മെയ്യിൽ US ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ ഹ്യൂമൻ ട്രയലിനുള്ള അനുമതി കൊടുക്കുമ്പോഴും മൃഗങ്ങളിലെ പരീക്ഷണങ്ങളെ സംബന്ധിച്ചുള്ള ഫെഡറൽ അന്വേഷണങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു. നേരത്തെ ന്യൂറാലിങ്ക് അവരുടെ ചിപ്പുകൾ കുരങ്ങന്മാരിലും പന്നികളിലും പരീക്ഷിച്ചിരുന്നു. ചിപ്പുകൾ വെച്ച കുരങ്ങന്മാർ അവരുടെ ന്യൂറാലിങ്ക് ഇംപ്ലാന്റിലൂടെ ബേസിക് ആയിട്ടുള്ള വീഡിയോ ഗെയിം കളിക്കുകയും അതുപോലെ തന്നെ ഒരു സ്ക്രീനിലെ കർസർ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. ചിപ്പുകൾ വെച്ച കുരങ്ങന്മാർ ഒന്നും ചത്തുപോവുകയൊന്നും ചെയ്തില്ല. എന്നാൽ ന്യൂറാലിങ്ക് ഇത് പറയുമ്പോഴും നിരവധി കുരങ്ങന്മാർക്ക് പ്രശ്നങ്ങൾ ഉണ്ടായതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അവർക്ക് പാരാലിസിസും സീഷേഴ്സും തലച്ചോറിൻ്റെ വീക്കവും ഒക്കെ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഏകദേശം 40ഓളം കമ്പനികളാണ് ഇപ്പോൾ കമ്പ്യൂട്ടർ ബ്രെയിൻ ഇൻ്റർഫേസിൽ ട്രയൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഓസ്ട്രേലിയ ബേസ്ഡ് സിൻക്രോൺ എന്ന കമ്പനി ഒരു US പേഷ്യൻറ്റിൽ ജൂലൈ 2022 തന്നെ ഇതുപോലെ ഒരു ഇംപ്ലാന്റ് ചെയ്തിരുന്നു. സിൻക്രോൺ പക്ഷേ തലയോട്ടി മുറിച്ചായിരുന്നില്ല ഇംപ്ലാന്റ് ഇൻസ്റ്റാൾ ചെയ്തത്. മറ്റു കമ്പനികളെല്ലാം പ്രധാനമായും മെഡിക്കൽ രംഗത്തെ പരീക്ഷണങ്ങൾ ആണ് നടത്തുന്നത് എങ്കിൽ ഇലോൺ മസ്ക് ഒരു പടി കൂടി കടന്ന് സ്മാർട്ട് ഫോണും മറ്റ് ഡിവൈസുകളും നിയന്ത്രിക്കുവാനുള്ള ശ്രമത്തിനായിരുന്നു ഊന്നൽ കൊടുത്തത്. മൃഗങ്ങളിലെ പരീക്ഷണങ്ങളിലും അതുപോലെ തന്നെ മനുഷ്യരിലെ പരീക്ഷണങ്ങളിലും ഇപ്പോൾ തന്നെ എക്സ്പേർട്സ് ആശങ്കകൾ ഉയർത്തി തുടങ്ങിയിട്ടുണ്ട്. പെനിസിൽവാനിയ യൂണിവേഴ്സിറ്റിയിലെ ഒരു ബ്രെയിൻ സയൻസ് റിസർച്ചറായ ലോറ കബേറ ബ്രെയിൻ സർജറിയിലെ ഹെമറേജ് അതുപോലെ സീഷേഴ്സ് പോലെയുള്ള പൊട്ടൻഷ്യൽ ആയിട്ടുള്ള റിസ്കുകൾ ഇതുമൂലം ഉണ്ടാകുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് എന്ന് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ചിപ്പ് ഇംപ്ലാന്റ് ചെയ്യുമ്പോൾ ന്യൂറാലിങ്ക് ഇന്നവേറ്റീവ് ആയിട്ടുള്ള റോബോട്ടിക് സർജറിയാണ് ഉപയോഗിക്കുന്നത് എന്നത് വസ്തുതയാണെങ്കിലും അറിയപ്പെടാത്ത മറ്റു പല കോംപ്ലിക്കേഷൻസുകളും സർജറിയിൽ ഉണ്ടായേക്കാം എന്നും ലോറ പറയുന്നു. മറ്റൊരു ആശങ്ക ഇംപ്ലാന്റ്സ് ഉയർത്തുവാൻ സാധ്യതയുള്ള സ്വകാര്യത അതുപോലെ തന്നെ സർവൈലൻസ് പ്രശ്നങ്ങൾ ആണ്. എങ്ങനെയാണ് മസ്ക് ഇവയെ അഭിസംബോധന ചെയ്യുന്നത് എന്നതിനെക്കുറിച്ച് കൂടിയാണ് ഇപ്പോൾ പലർക്കും ആശങ്ക. ഈ ചിപ്പ് ഉപയോഗിക്കുന്ന ആൾക്ക് തൻ്റെ പേഴ്സണൽ ഡേറ്റയും ന്യൂറൽ ആക്ടിവിറ്റിയും സ്വയം നിയന്ത്രിക്കുവാൻ പറ്റുമോ എന്ന കാര്യത്തിലും വ്യക്തമായ അറിവ് ഇപ്പോഴില്ല. ഇലോൺ മസ്കിൻ്റെ ഒരു സ്വഭാവം വലിയ കാര്യങ്ങൾ അനൗൺസ് ചെയ്യുന്നതും എന്നാൽ അതിനെക്കുറിച്ച് വളരെ കുറച്ചു മാത്രം കാര്യങ്ങൾ വെളിവാക്കുന്നു എന്നതുമാണ്. ഇപ്പോഴും ആദ്യത്തെ ഇംപ്ലാന്റ് ലഭിച്ച വ്യക്തിയുടെ ആരോഗ്യ കാര്യങ്ങളെക്കുറിച്ചോ അതുപോലെ തന്നെ അയാളുടെ മെഡിക്കൽ കണ്ടീഷനെക്കുറിച്ചോ അയാളുടെ അസുഖങ്ങളെയോ ഡിസോർഡറിനെ കുറിച്ചോ വ്യക്തമായ അറിവില്ലാത്ത സ്ഥിതിക്ക് സക്സസ് എന്നതിനെ എങ്ങനെ പറയാൻ പറ്റും എന്ന് പറയുന്നവരും ഉണ്ട്. ലോകത്തെ ഏറ്റവും ധനികനായ ഒരാളുടെ ഭ്രാന്തൻ പരീക്ഷണങ്ങൾ എന്ന് പറഞ്ഞ് നമുക്ക് വേണമെങ്കിൽ ഇതിനെ തള്ളിക്കളയാം. പക്ഷെ അങ്ങനെ തള്ളിക്കളയാൻ പറ്റില്ല. ഭാവിയിൽ ആരോഗ്യരംഗത്ത് വലിയൊരു മുന്നേറ്റം ഈ ഒരു പരീക്ഷണം കൊണ്ട് വന്നേക്കാം എന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. ബ്രെയിനിൻ്റെയും സ്പൈനൽ കോഡിൻ്റെയും പ്രശ്നങ്ങൾ കൊണ്ട് ജീവിതം വഴിമുട്ടിയവർക്ക് പരസഹായമില്ലാതെ അവരുടെ കാര്യങ്ങൾ സ്വന്തം നിലയ്ക്ക് ചെയ്യുവാൻ കഴിയുമെങ്കിൽ അതൊരു വലിയ കാര്യമല്ലേ. നമുക്ക് ശുഭാപ്തി വിശ്വാസത്തോടെ കാത്തിരിക്കാം. ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് പുതിയ ഒരു അറിവ് തന്നിട്ടുണ്ട് എന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ ഒന്ന് മറ്റുള്ളവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.